ഹോവോ കേട്ടിട്ടില്ല? കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് റീലിലാണ് വന്നേക്കുന്നത്. നോർത്ത് അമേരിക്കൻ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചറൽ ഇവൻ്റാണ് ഈ പോവോ. മലയാളികളുടെ ഓണം വിഷു ഒക്കെ ഉള്ള പോലെ ഇവരുടെ ഒരു രീതികളും ഇവരുടെ ഒരു ആഘോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. കാനഡയിലെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിൻ്റെ കൾച്ചർ, ട്രഡീഷൻ, സെലിബ്രേഷൻ ഇതെല്ലാം ക്ലോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. And trust me, once you experience the vibe, you'll understand why people keep coming back. So come with me, let's experience a Canadian powwow. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. നമ്മൾ ചെന്നെത്തിയപ്പോൾ തന്നെ ക്യാമ്പെല്ലാം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെന്യൂവിലേക്ക് എത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റോറുകളും കൂടുതൽ ക്രൗഡും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ ഗ്രാൻഡ് ആൻറ്റിയുടെ തന്നെ ഭാഗമായിട്ട് അവരുടെ റെഗാലി അഥവാ കോസ്റ്റ്യൂം ഇട്ടിട്ട് സർക്കിളിൽ കൂടി ഡാൻസ് കളിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കോമ്പറ്റീഷൻ മൊമെൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പല പല ഏജ് ഗ്രൂപ്പിലുള്ള ഡാൻസേഴ്സ്, ഏകദേശം 600ഓളം ഡാൻസേഴ്സ് അവർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളാ കാണുന്ന റെഡ് ആൻഡ് വൈറ്റ് കാനപ്പിയുടെ താഴെ ഇടുന്ന ആളുകൾ ലൈവായിട്ട് ഡ്രം ബീറ്റ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിനെയും ആ ഡ്രം ബീറ്റിനെയും സിങ്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡാൻസേഴ്സ് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റെഗാലി അല്ലെങ്കിൽ കോസ്റ്റ്യൂം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരേപോലെ രണ്ടുപേരും എന്തായാലും കാണില്ല. കാരണം ഇവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേറ്റസ്, ഒരു അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ റെഗാലിയ ഡിസൈൻ ചെയ്യുന്നത്. അവിടുത്തെ പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ മാത്രമല്ലാതെ ഓഡിയൻസിനെയും അതുപോലെ തന്നെ പബ്ലിക്കിനെയും എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള 1-2 ആക്ടിവിറ്റീസും പ്രോഗ്രാംസിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളതുപോലുള്ള കൾച്ചറൽ ഇവൻ്റ് വരുമ്പോൾ റെസ്പെക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ സുവനീർ കടകൾ, അവിടെയൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായ സാധനങ്ങളാണ്. അതെല്ലാം മേടിക്കാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കവിടെ ഒരുപാട് ഫുഡുകളൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയെങ്കിലും ഒത്തൻറ്റിക്കായ ഒന്നെണ്ണം നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ നൈറ്റ് ഓഫ് ക്യാമ്പിംഗ്, നമ്മൾ നല്ല ഫുഡ് കുക്ക് ചെയ്തു, കുറച്ച് ഫയറൊക്കെ ഇട്ടു. ഇതുപോലുള്ള ഇവൻറ്റുകൾ മാക്സിമം മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.